നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ ടിസ്റ്റും നടന്ന ഒരു ദിവസമാണ് ഇന്നലത്തേത്. വെറുതെ ടിസ്റ്റ് എന്ന് പറയുകയല്ല, അക്ഷരാർത്ഥത്തിൽ ടിസ്റ്റാണ്. അൽ നസർ സൈൻ ചെയ്യാൻ വേണ്ടി എല്ലാം ഒരുക്കി റെഡിയാക്കി അവസാനം പിൻവാങ്ങിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഡേവിഡ് ഹാൻകോയുടെ കാര്യം. ആ ഡേവിഡ് ഹാൻകോ ഇപ്പോഴിതാ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലെ മികച്ച ക്ലബ്ബുകളിൽ ഒന്നിലേക്ക് പോകുന്നു. യെസ്, അത്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നു. അൽ നസറിൽ പോയി AFC ചാമ്പ്യൻസ് ലീഗ് 2 കളിക്കേണ്ടിയിരുന്നവൻ ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്പാനിഷ് വമ്പൻ ക്ലബിന് വേണ്ടി ബൂട്ടണിയാൻ പോകുന്നു. എന്തൊരു ട്വിസ്റ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ടില്ലെന്നേ. ഇപ്പോൾ ഈ ഡേവിഡ് ഹാൻകോയുടെ കാര്യത്തിൽ അദ്ദേഹം അൽ നസറിലേക്ക് എന്ന് ഹിയർ വി ഗോ ഒക്കെ പറഞ്ഞിരുന്നു ഫബ്രീസിയോ. സാധാരണ ഫബ്രീസിയോ ഹിയർ വി ഗോ പറഞ്ഞാൽ അത് നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ സംഭവിച്ചില്ലെന്നും മാത്രമല്ല, എമേഴ്സൺ റോയൽ, അടുത്ത ട്വിസ്റ്റ് അതാണ്. എമേഴ്സൺ റോയലിൻ്റെ കാര്യത്തിൽ എമേഴ്സൺ റോയൽ ബെസിക്ടാസിലേക്ക് ഹിയർ വി ഗോ പറഞ്ഞു ഫബ്രീസിയോ. അതും മാറി. ട്വിസ്റ്റ് അതാ പറഞ്ഞത്. ഇത് ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുടെ ഒരു ട്രാൻസ്ഫർ ജാലകമാണ്. അത് നടന്നില്ല. ബെസിക്ടാസിലേക്കല്ല, അവസാന നിമിഷം ഡീൽ ഹൈജാക്ക് ചെയ്തു ഫ്ലമിംഗോ ഡീൽ ഹൈജാക്ക് ചെയ്തു. ഇവിടെ വെർബൽ എഗ്രിമെൻറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് എമേഴ്സൺ റോയൽ പറയുന്നു ഇല്ല, അങ്ങോട്ടേക്കില്ല. ഫ്ലമിംഗോ അപ്പോൾ അവസാനം ചാടി വീണു. അങ്ങനെ ചാടി വീണപ്പോൾ അദ്ദേഹത്തിനൊരു താല്പര്യം, എന്നാൽ പിന്നെ ഫ്ലമിംഗോയിലേക്ക് പോയാലോ. അതും ഫബ്രീസിയോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഹിയർ വി ഗോ റിപ്പോർട്ട് ചെയ്ത ആൾ തന്നെ പറയുന്നു ഫ്ലമിംഗോ ആർ ട്രൈയിങ് ടു ഹൈജാക്ക് ബെസിക്ടാസ് ഡീൽ ഫോർ എമേഴ്സൺ റോയൽ എന്ന്. വെർബൽ എഗ്രിമെൻറ്റ് AC മിലാനും ബെസിക്ടാസും തമ്മിൽ എത്തി. ബെസിക്ടാസിലേക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ ബുക്ക് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാന നിമിഷം ഒരു ശ്രമം നടത്തി ഫ്ലമിംഗോ. അവർ ഡീൽ ഹൈജാക്ക് ചെയ്തു. മിലാനും എമേഴ്സണുമാണ് തീരുമാനിക്കേണ്ടിയിരുന്നത് ബെസിക്ടാസുമായിട്ട് കൊടുത്ത വാക്ക് പാലിക്കണോ, ആ വാക്കിനെ റെസ്പെക്റ്റ് ചെയ്യണോ, അതല്ല ഫ്ലമിംഗോയിലേക്ക് പോകണോ എന്ന്. ഒടുവിൽ എമേഴ്സൺ റോയൽ ഡോർ ഓപ്പൺ ചെയ്തു. ഫ്ലമിംഗോ മൂവിന് അദ്ദേഹം തയ്യാറാണ്. പേഴ്സണൽ ടേംസ് ഡിസ്കസ് ചെയ്തു. കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയി. ചുരുക്കത്തിൽ ആ ഡീല്, ബെസിക്ടാസിലേക്ക് പോവേണ്ട ഡീല്, അത് അട്ടിമറിച്ചു. സോ ഇതാ പറഞ്ഞത്, ഇത് വല്ലാത്ത ഒരു ട്വിസ്റ്റിൻ്റെ സമയമാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി, ട്രാൻസ്ഫർ വാർത്തകൾ കൂടി നമ്മളൊന്നുകൂടി ഇനി പരിശോധിക്കുകയാണ്. യുവൻറ്റസ് കൺഫേം ചെയ്യുന്നു ഫെഡറിക്കോ ഗാറ്റി പുതിയ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പുതിയ ട്രെൻഡാണല്ലോ, 5 കൊല്ലത്തേക്ക് 6 കൊല്ലത്തേക്ക് 7 കൊല്ലത്തേക്കൊക്കെ സൈൻ ചെയ്യുക. ഗാറ്റി പുതിയ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നു ഫോർ 5 years എന്ന് പറഞ്ഞാൽ 2030 ജൂൺ വരെ അദ്ദേഹം അവിടെ തുടരും എന്ന കാര്യം ഉറപ്പാക്കിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ള, ഇന്നലെ പുറത്തേക്ക് വന്ന ഹ്യൂഗോ എക്കിറ്റിക്കയുടെ കാര്യമാണ്. അദ്ദേഹം ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോൾ ലിവർപൂളിലേക്ക് ചേർന്ന കാര്യം ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട്. അത് വമ്പൻ തുകയാണ്. എക്കിറ്റിക്കയെ പോലെ ഫ്രാൻസിൻ്റെ സീനിയർ ടീമിന് കളിച്ചിട്ടില്ലാത്ത, അവരുടെ ഏജ് ഗ്രൂപ്പ് ടീമുകൾക്ക് മാത്രം കളിച്ചിട്ടുള്ള താരത്തിന് വേണ്ടി ഇതാ വാരി വീശിയിരിക്കുന്നു. 95 മില്യൺ യൂറോ എന്ന് പറഞ്ഞാൽ 80 മില്യൺ യൂറോ ഫിക്സ്ഡ് ആണ്. 10 മില്യൺ യൂറോ ഈസി ആഡ്വാൻസ് ആണ്. 5 മില്യൺ യൂറോ ഡിഫിക്കൽട്ട് ആഡ്വാൻസ് ആണ്. അങ്ങനെ ഒരു പാക്കേജാണ് താരത്തിന് വേണ്ടി ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂൾ കൊടുത്തിരിക്കുന്നത്. സോ വമ്പൻ തുകക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മളവിടെ കാണുന്നു. അതോടൊപ്പം തന്നെ ക്ലബ് ബ്രൂഗയും ഇൻ്റർ മിലാനും ഇപ്പം അലക്സാണ്ടർ സ്റ്റാൻകോവിച്ചിൻ്റെ കാര്യത്തിൽ ഡീലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു. 10 മില്യൺ ഫീസ്, 23 മില്യൺ യൂറോ ബൈബാക്ക് ക്ലോസ് 2026 25 മില്യൺ യൂറോ ബൈബാക്ക് ക്ലോസ് 2027 ദെൻ സെല്ലോൺ ക്ലോസ് അതുകൂടിയുണ്ട്. അത് 12 അല്ലെങ്കിൽ 15% അതായിരിക്കും ഓരോ വർഷത്തേക്ക് വരിക. സോ അതുകൂടി അവിടെ നടന്നിരിക്കുകയാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് ചെൽസിയുടെ കാര്യത്തിലാണ്. അവർ പേഴ്സണൽ ടേംസിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ജോഡൽ ഹാറ്റോയുടെ കാര്യത്തിൽ. സോ അദ്ദേഹം അയാക്സ് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. സോ നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജിലേക്കാണ്. 40 മില്യൺ യൂറോയുടെ അടുത്തുള്ള ഒരു ഫീസാണ് ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്തായാലും ഹാറ്റോ അയാക്സ് മാനേജ്മെൻറ്റിനെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ചെൽസിയിലേക്ക് പോകണം. അദ്ദേഹം ആ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ലാതെ നിൽക്കുകയാണ് എന്നുള്ളത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത
പുറത്തേക്ക് വന്നത് RC സ്ട്രാസ്ബർഗിൻ്റെ കാര്യത്തിലാണ്. സോ RC സ്ട്രാസ്ബർഗ് കോൺഫിഡൻ്റ് ആണ് അവർക്ക് ജോക്കിൻ പനിച്ചിലിയെ ലഭിക്കുമെന്നുള്ളത്. സോ ഡീല് എഗ്രീഡാണ്. അധികം വൈകാതെ തന്നെ ആ ഡീല് കംപ്ലീറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് ആഴ്സണലും സ്പോർട്ടിങ്ങും തമ്മിൽ ഇപ്പം ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് വിക്ടർ ഗോയ്ക്കറസിനെ ടീമിലേക്ക് എത്തിക്കാൻ ഹിർവിഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. സോ അതിൻ്റെ കാര്യങ്ങളിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ അതിനുശേഷം ബുക്ക് ചെയ്യും. എന്തായാലും മറ്റു കാര്യങ്ങളൊന്നും അതിൽ ഇനി ടെസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. വെർബൽ എഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞു. 100% ഡൺ എന്ന രൂപത്തിലാണ് കാര്യങ്ങളിപ്പോൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അലിയാൻഡ്രോ ഗർനാച്ചോയുടെ കാര്യം എന്താണ്? അദ്ദേഹം എന്തായാലും തുടരില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. സോ ഗർനാച്ചോ ആഗ്രഹിക്കുന്നത് പ്രീമിയർ ലീഗ് മൂവാണ്. ചെൽസി അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ക്ലബ് ടു ക്ലബ്ബ് ടോക്കൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള താരം എന്ന രൂപത്തിൽ ഒരു ക്ലബ്ബും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുമില്ല ഇതുവരെ. എന്തായാലും നിലവിൽ ചെൽസിയുടെ പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത് സാവി സിമോൺസിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോസ് ഏഞ്ചലസ് FC ഹ്യൂമിൻസണിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അപ്രോച്ച് നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. അതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. അദ്ദേഹം അങ്ങോട്ടേക്ക് MLS എത്തുകയാണെങ്കിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട മൂവായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വമ്പൻ ഡീൽ എന്ന് പറയുന്നത് ജാവോ ഫെലിക്സിൻ്റെ കാര്യം. ബെൻഫിക്ക ആക്റ്റീവ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ജാവോ ഫെലിക്സിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് മെൻഡസുമായിട്ട് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഡീൽ ഡിപ്പെൻഡ്സ് ഓൺ ചെൽസി കണ്ടീഷൻ, ബട്ട് ജാവോ വിൽ ലീവ് ആൻഡ് നെഗോസിയേഷൻസ് എക്സ്പെക്റ്റഡ് ടു അഡ്വാൻസ് സൂൺ. ഫെലിക്സ് കീൻ ഓൺ ദി കം ബാക്ക് എന്നാണ് ഫബ്രിസോ റൊമാനോ തന്നെ സ്ഥിരീകരിച്ച് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരികെ പോർച്ചുഗലിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടീമുകൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഡീലിൻ്റെ ട്വിസ്റ്റും ഹൈജാക്കും ഒക്കെ സംഭവിക്കുന്ന ഒരു സംഭവ ബഹുലമായ ട്രാൻസ്ഫർ ജാലകമാണിത്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.